ഹൈദരാബാദിൽ പോയി 1.5 കിലോ മീൻ പിടിക്കിട്ട് നിന്റെ ആസ്മയ്ക്ക് ഒരു കുറവില്ലേ? എന്റെ ആത്മ കുറയത്തില്ല. ഇൻഹീലർ എടുത്ത് പിടിക്കാൻ ഹീലുള്ള ചെരിപ്പിട്ടോടാ വന്നേ. എന്റെ മനസ്സിനാണ് ഇപ്പൊ ഹീൽ ഇളകിയിരിക്കുന്നത്. എന്താ നിന്റെ പ്രശ്നം എന്ന് പറയൂ. ഇതെന്താ ഇത്? ഇത് സാരിയല്ലേ? അടിപൊളി സാരി. സാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതെങ്ങനെ എന്റെ കുളിമുറിയിൽ വന്നു? ഞാൻ ഉടുക്കുന്ന സാരി നിങ്ങൾക്കറിയാമല്ലോ, വിലപിടിപ്പുള്ള സാരിയാണ്. ഇത് എന്റെ സാരിയല്ല, എന്റെ സാരിയല്ല, എന്റെ സാരിയല്ല. അല്ല ഇതിപ്പോ പിന്നെ ആരുടെയാ? ഇത് നിന്റെ ഭാര്യ, എന്റെ മരുമകളുടെ സാരിയാണ്. ഏതോ ഒരു പന്ന സാരി അവള് കൊണ്ട് എന്റെ കുളിമുറി കൊണ്ട് അവളോട് ചോദിക്കണമല്ലോ. അവൾക്ക് അല്ലെങ്കിൽ അമ്മയായിട്ട് വഴക്കുറൽ പോലുള്ള ഞാൻ ശരിയാക്കി തരാം. എല്ലാം കൂടെ എന്റെ സ്വസ്ഥത കളയണം. ചേട്ടൻ പോയില്ലേ ഇതുവരെ? ജോലിക്ക് പോവാൻ സമയമായില്ല ചേട്ടാ. അയ്യോ അച്ഛന് പോയില്ലേ കോടതിയില്? പോയെങ്കിൽ ഞാൻ ഇവിടെ വടിപിടിക്കുന്ന പോലെ നിൽക്കുവോ? അമ്മയ്ക്ക് എന്ത് പറ്റി? അയ്യോ അമ്മയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു. ആ തേനങ്ങ് ഒഴുകി വരുവാണല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസാവാച നീ അറിഞ്ഞിട്ടില്ലല്ലേ? നിന്നോട് ആര് പറഞ്ഞു നിന്റെ പിട്ട സാരി കൊണ്ട് എന്റെ കുളിമുറി കൊണ്ടിടാൻ? അയ്യോ ഇത് ആരുടെ സാരി അമ്മേ? അതാ എനിക്കറിയാവുള്ളത്. ആരുടെ സാരിയാണ് പറയണേ? അയ്യോ ചേട്ടാ ഇത് ആരുടെ സാരിയാ? ആരുടെ സാരി എനിക്കറിയാൻ പറ്റില്ല. അമ്മ ഇപ്പൊ കൊണ്ടുവന്നത്. അച്ഛാ ഇത് ആരുടെ സാരിയാ? കണ്ടോ? എന്റെ സാരി അച്ഛന്റെയോ? ഇതിനെ മാച്ച് ചെയ്യുന്ന ഒരു ബ്ലൗസും ഉണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല അച്ഛന്റെ സാരി എന്നാ പിടിച്ചോ. പോത്തെ, ഞാൻ സാരി എടുത്തോണ്ട് വാങ്ങി. എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ശരിയാണല്ലോ, ഞാൻ ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജിയോട് സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. കൾച്ചറൽ നീ തന്നെ ഇതിവിടെ കൊണ്ടിട്ടെ. ഈ കുടുംബത്തിന്റെ സമാധാനം നീയാ കളഞ്ഞത്. നീയാണ് ഇവിടെ കൊണ്ടിട്ടെ എന്റെ കുളിമുറി. നിങ്ങളുടെ തലേ പറഞ്ഞ എന്റെ സാരി അല്ലാന്ന്. ഇനി എങ്ങാനും വേണ്ടിയോ നിങ്ങളെ ഇട്ടിച്ച് ഞാൻ ചേട്ടാ മര്യാദയ്ക്ക് പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നു. സമയം പോണു സാർ, നമുക്ക് കോടതി ചെല്ലണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തോണം. എനിക്ക് കോടതിയിൽ പോകാൻ സമയമായി. നിങ്ങൾ കോടതി പോയാൽ ഞാൻ ഈ വീട് കത്തിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. നിങ്ങൾ തീരുമാനം ഉണ്ടാക്കാതെ പോയാൽ നിങ്ങളെ ഞാൻ പച്ചക്ക് കത്തിക്കും. ഞാൻ പോകുന്നില്ലല്ലോ. പോണ്ട. തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോടതി വരുന്നില്ലല്ലോ. എനിക്ക് എന്റെ സമാധാനമാണ് വലുത്. സാർ കോടതി കോള് വരുന്നുണ്ട്. കോടതി നിന്ന് കോള് ആണ്ടേ സാർ വരാൻ താമസിച്ചുകൊണ്ട് അവര് വിളിക്കുവോ? ഹലോ ഹലോ സാർ. അതെ സാർ ഇതുവരെ ഇറങ്ങിയില്ലേ? ഒരു 10 മിനിറ്റ് താമസമുണ്ട് ഇറങ്ങാൻ. അയ്യോ സാർ വാദിപ്പ് തുടങ്ങും. നിങ്ങൾ വാദിച്ചോളൂ, ഞാൻ ഇടയ്ക്ക് വന്ന് കേറിക്കോളാം. സാർ എന്തായി പറയുന്നേ? സാറല്ലേ വാദം കേൾക്കേണ്ടത്. അപ്പൊ ശരിയാണല്ലോ, ഞാനാണല്ലോ ജഡ്ജി. ഒരു കാര്യം ചെയ്യൂ. എന്താ സാർ? നമ്മുടെ സിപ്പായി അവിടെ ഇല്ലേ? അവരെ എന്റെ പഴയ കോട്ട് എന്റെ ഓഫീസ് റൂമിൽ കിടപ്പുണ്ട്. അവനെ ആ കോട്ട് ഇടിപ്പിച്ചിട്ട് ജഡ്ജിയുടെ കസേര കൊണ്ടത് തിരിച്ചങ്ങിരുത്തിയാ മതി. അതെന്തിനാ? ആരെങ്കിലും ചോദിച്ചാല് മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ജഡ്ജിയാന്നങ്ങ് പറഞ്ഞാൽ മതി. സംഭവം അവിടെ തീരും. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് എത്തിക്കോളാം. എന്നിട്ട് ഞാൻ തിരിഞ്ഞിരുന്നോളാം. ഓക്കെ? മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കും. എല്ലാം വീടിന് തീ വെക്കണതിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ കത്തിക്കുന്നു. ഇന്നത്തോടെ ഈ വിഷയത്തിന് തീരുമാനം ഞാൻ ഉണ്ടാക്കാം. ഓക്കെ? ഓർഡർ ഓർഡർ. കേസ് വിളിക്കട്ടെ. കോടതി നടപടികൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പോവുകയാണ്. വാദിക്കും പ്രതിക്കും വാദിക്കാനായിട്ട് വക്കീലന്മാരുണ്ടോ? അല്ല, ജയക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഞാനുള്ള ഭർത്താവ്. നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. അപ്പം മാഡത്തിന്റെ കാര്യം എങ്ങനെ? എന്റെ വക്കീലല്ലേ ഈ കയറിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് വാദിക്കും മനുഷ്യ. നീ കണ്ണുകുട്ടിയാണോ? ഞാൻ വക്കീലല്ല, ഞാൻ ജഡ്ജിയാണ്. ആ ജഡ്ജി അങ്ങനെ വാദിക്കാൻ പറ്റില്ല. കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ വാദിക്കാം. കൊച്ചമ്മേ, 18 കൊല്ലമാണ് ഇവിടുത്തെ ഉപ്പും ചോർന്ന് വളർന്നവനാണ് ഞാൻ വാദിക്കും. കൊച്ചമ്മേ, തിന്ന ചോറിന് നന്ദി കാണിക്കണം. അതാണ് കൊച്ചമ്മേ. നീ വാദിക്കടാ. ഇവൻ വാദിക്കും എനിക്ക് വേണ്ടി. ഞാൻ വാദിക്കും. എന്റെ പെറ്റ മകൻ എന്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ വളർത്തി വലുതാക്കി ഇവൻ വാദിക്കും. വാദിച്ച് ഞാൻ കൊല്ലുന്നുണ്ട്. അപ്പൊ നമ്മള് കോടതി നടപടികൾ ആരംഭിക്കാൻ പോവാണ്. അതിന്റേതായ രീതിയിൽ തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ദൈവം സാക്ഷിയായി, ഭർത്താവ് സാക്ഷിയായി. അയ്യോ അങ്ങനെയല്ല, ദൈവം സാക്ഷിയായി. അയ്യോ എനിക്ക് എന്റെ ഭർത്താവാണ് ദൈവം. അയ്യോ സാർ, അത് ശരിയാവോ സാർ? ഓക്കെ, സാർ സമ്മതിച്ചു. ഭർത്താവ് സാക്ഷിയായി. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് സത്യം ചെയ്യുന്നു. സത്യം. ഓക്കെ മാഡം, ഒന്ന് ഇവിടെ ഒന്ന്. അയ്യോ, അതിനകത്ത് കൈ വെപ്പിക്കല്ലേ. ആ പുസ്തകം കത്തി വെണ്ണീറായി പോകും. വാ തുറന്ന സത്യമേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ്, എനിക്കറിയാവുന്നതാണ്. അപ്പൊ വാദം തുടങ്ങാം നമുക്ക്. അതെ അതെ സാറേ അച്ഛാ തുടങ്ങിക്കോട്ടെ. തുടങ്ങടാ. യുവർ ഓണർ, യെസ്, വിത്ത് യുവർ പെർമിഷൻ മേ ഐ കം ഇൻ. തുടങ്ങിക്കോട്ടെ. സാർ, ഈ പറയുന്ന സാരി കേസ് എന്റെ കക്ഷിയായ ജയയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി വാദിഭാഗത്തുള്ള മനോരമ എന്ന എന്റെ അമ്മ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും മനസ്സിലാവും. ഒബ്ജക്ഷൻ. എന്തുവാണോ ഇത് മനുഷ്യരെ?
ഒബ്ജക്ഷൻ